അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എങ്ങനെ പോകുന്നു നമ്മുടെ ഇസ്ലാമിക് ചലഞ്ച് ഉള്ളതാണ്. ഇസ്ലാമിക് ചലഞ്ച് ഇപ്പോൾ ലാസ്റ്റ് 7 ഡേയ്സ് പറഞ്ഞിട്ടുള്ളത്. അതിലുള്ള രണ്ടാമത്തെ ഡേ ആണ്. അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും മെജോറിറ്റി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് ആവുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ വേറെ ഇന്നത്തെ ഒരു അറിവും കൂടി ഷെയർ ചെയ്യാൻ വന്നതാണ്. ഒരു സൂറത്ത് 6 ആയത്തുള്ളൊരു സൂറത്ത് വളരെ സുഖമാണ് ഓതാൻ. നിങ്ങൾക്ക് മെജോറിറ്റി എല്ലാവർക്കും കാണാപ്പാടുള്ളൊരു സൂറത്തായിരിക്കും. ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 4 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അത് ഒരു ഖത്തം തീർത്തതിൻ്റെ കൂലിയാണ്. അതുകൂടാതെ നമുക്കൊരു സിഹറുകൾ അതുപോലെ ഷിർക്കുകൾ അതൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും കണ്ണേറുകൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നൊരു സൂറത്താണ്. ആ സൂറത്ത് വേറൊരു സൂറത്തുമല്ല, സൂറത്തുൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തുടങ്ങുന്ന സൂറത്താണ്. ഇത് ഇറക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സൂറത്ത് ഇറങ്ങാൻ ഉണ്ടായ സാഹചര്യം നമ്മുടെ ഈ ഖുറൈശികൾ കാഫിറീങ്ങളായ ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു പറഞ്ഞു, നമുക്ക് ഒരു മാസം ബിംബങ്ങളെ ആരാധിക്കാം, ഒരു മാസം നമുക്ക് റബ്ബിനെ ആരാധിക്കാം, അങ്ങനെ നമുക്ക് ചെയ്താലോ എന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇറക്കിയിട്ടുള്ള ഒരു സൂറത്താണ്. അത് നമുക്ക് അള്ളാഹു നബിയോട് പറയുന്ന രൂപത്തിലുള്ള ഒരു സൂറത്താണ് ഇത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ തങ്ങൾ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളായ ജനങ്ങളെ. അപ്പോൾ ഞാൻ അത് ഈ സ്ക്രീനിൽ അതിൻ്റെ സൂറത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒന്ന് പരിഭാഷ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ നബിയെ തങ്ങൾ അവരോട് പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളായ ജനങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, വലാ അൻതും നിങ്ങളാൽ അല്ല, ആബിദൂൻ ആരാധിക്കുന്നവരല്ല, മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നുമില്ല, വലാ അന ആബിദും മാ അബത്തും ഞാൻ ആരാധിക്കുകയില്ല, മാ അബത്തും നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനൊരിക്കലും ആരാധിക്കുകയില്ല, വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുകയുമില്ല, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇതാണ് സൂറത്തുൽ കാഫിറൂനിൻ്റെ പരിഭാഷ. നിങ്ങൾ പരിഭാഷ മനസ്സിലാക്കിയിട്ട് ഓതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഓതാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, നമ്മൾ സൂറത്തുൽ കാഫിറൂൻ സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിലും സൂറത്തുൽ ഫലഖ്, അതായത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് തുടങ്ങിയിട്ടുള്ള സൂറത്തുൽ ഫലഖ് രണ്ടാമത്തെ റക്അത്തിലും ഓതുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ലോകം ഇടിഞ്ഞു വീണാലും നമുക്ക് സമാധാനമുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആ സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ ഈ 2 സൂറത്തുകൾ പതിവാക്കുക. നമുക്ക് ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും സമാധാനം ഉണ്ടാവട്ടെ. സമാധാനമുള്ള ജീവിതമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. നിങ്ങളെല്ലാവരും അത് ഓതാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്, അത് നമ്മൾ ഏറ്റവും സുന്നത്തായിട്ടുള്ള ഓതേണ്ടതെന്നാൽ നമുക്ക് ഈ സുബഹി നിസ്കരിച്ച ശേഷം ഓതുകയാണ്. സുബഹി നിസ്കരിച്ച ശേഷം ഓതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം മൊത്തം അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഓതുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ അവൻ്റെ വൈകുന്നേരം വരെയുള്ള പ്രൊട്ടക്ഷൻ അള്ളാഹു ഏറ്റെടുത്തു എന്നുള്ളതാണ്. എല്ലാവിധ ആപത്തുകളിൽ നിന്നുള്ള പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളിൽ ആദ്യത്തെ റക്അത്തുകൾ ഓതൽ ഏറ്റവും സുന്നത്തായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. പിന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സൂറത്തുൽ കാഫിറൂൻ ഓതുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കും നമുക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലാൻ വേണ്ടിയിട്ട്, രാവിലെ വരെ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നുള്ളതാണ്. അതുപോലെ സൂറത്തുൽ കാഫിറൂൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, നമുക്ക് ഷിർക്കുകളിൽ നിന്നും, അതായത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും നമ്മുടെ ഈമാൻ പാറ പോലെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്
ഹെൽപ്പ് ചെയ്യുന്നൊരു സൂറത്താണ്. സോ ഈ ഒരു സൂറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കാനും ശ്രമിക്കും. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, വേറെ ഒരു ദുആ ആണ്. ആ ദുആയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ കടങ്ങളെല്ലാം പെട്ടെന്ന് വീടപ്പെടും എന്നുള്ളൊരു ദുആ ആണ്. അത് രാവിലെയും വൈകുന്നേരം പതിവാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളോടും കൂടി പറഞ്ഞിട്ടുള്ള കാര്യം. അത് ഒരു സ്വഹാബി, ഈ കടം കൊണ്ട് വിഷമിക്കുന്ന ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു ദുആ ആണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ആ ദുആ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ആ ദുആയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരത്തും നമ്മൾ ആ ദുആ പതിവാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കടങ്ങൾ ശരവേഗത്തിൽ വീട്ടപ്പെടും എന്നുള്ളതാണ്. സോ ഞാൻ എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പതിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക. ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങനെ അതിലുള്ളൊരു അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. സോ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കാം. ഇതുകൂടാതെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പതിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ 10ാം ക്ലാസ്സിൽ തഫ്സീർ പഠിക്കുന്നുണ്ടല്ലോ. തഫ്സീർ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടൊരു കാര്യം, ഈവൻ ഞാനിപ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം എന്നുള്ളതാണല്ലോ. സോ അത് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട തഫ്സീറിൽ ഫാത്തിഹയുടെ അർത്ഥം എനിക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഈവൻ നിസ്കാരത്തിൻ്റെ സമയത്ത് നമുക്ക് ശ്രദ്ധ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതുന്നതെന്തോ അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഓതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധ തെറ്റാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് അതിൻ്റെ തഫ്സീർ, അതായത് അതിൻ്റെ അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാനത് വീഡിയോ ആയിട്ട് ജസ്റ്റ് പറഞ്ഞു തരാം. അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫാത്തിഹയുടെ അർത്ഥം എന്നുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനും ശ്രമിക്കുക. അത് നമ്മൾ ഓതുന്ന സമയത്തെല്ലാം ആ ഫാത്തിഹയുടെ അർത്ഥം അറിഞ്ഞ് ഓതുക. എന്നാൽ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. സോ വെരി താങ്ക് യു. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന്, സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്, കമൻറ്റ് ചെയ്യുന്നതിന്, ദുആ ചെയ്യുന്നതിന് എല്ലാത്തിനും വളരെ വളരെ നന്ദിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനും ദുആയിലൊക്കെ ഉൾപ്പെടുത്താം. അസ്സലാമു അലൈക്കും.